Senior Congress, leaders of various organizations in the days, and here there is some space. I am sorry to say, I am going to speak in Malayalam, my mother tongue. I don't know. You can understand. Comrade will translate my speech. Hindi. ഈ കൺവെൻഷൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തെ ദളിതുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അട്രോസിറ്റിക്കെതിരായിക്കൊണ്ട് വിവിധ സംഘടനകൾ നിയോഗിച്ചുകൊണ്ടാണ് ഈ ദേശീയ കൺവെൻഷനിൽ ചേരുന്നത്. ആദ്യമായി തന്നെ ഈ ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും സഖാക്കൾക്കും കേരളത്തിൻ്റെയും ദളിത് സോഷ്യൽ മൂവ്മെന്റിന്റെയും സ്വാഗതം അഭിവാദ്യം നൽകുകയാണ്. आज दलित और आदिवासियों के खिलाफ और अत्याचार के खिलाफ आयोजित किया हुआ कन्वेंशन में आए हुए आप सबको विविध संगठनों के बिहाफ से आए हुए सारे साथियों को केरला के बिहाफ से DSM के तरफ से क्रांतिकारी अभिनंदन दिया। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജാതി അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായിട്ടും ഇവിടെ കൺവെൻഷനിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നേതാവും അതിനുശേഷം സംസാരിച്ച വിവിധ സംഘടനകളെ പ്രതിനിധിക്കുന്ന നേതാക്കളും അതുപോലെ തന്നെ ഈ കൺവെൻഷനിൽ റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച സുഭാഷ് വരികയും ഈ കൺവെൻഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ളൊരു സംസാരം നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. आज ये कन्वेंशन जातिवाद और उससे रिलेटेड अत्याचार के खिलाफ आयोजित कर रहे हैं. അല്ലെങ്കിൽ 20 സംസാരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഇത് കിട്ടും, സ്ട്രെസ് കിട്ടും. आज अपने उद्घाटन भाषण में और इसके बाद किया हुआ प्रस्ताव में कॉमरेड सुभाष जी ने भी ये कन्वेंशन के पर्पस के बारे में, उद्देश्य के बारे में बहुत डिटेल जानकारी दी है. इसलिए एक लंबी भाषण की जरूरत है, ये मैं नहीं समझता. നമ്മുടെ രാജ്യത്ത് ദളിതുകളും ആദിവാസികളും എല്ലാം ഇപ്പോഴും ദുരന്തം സഹിക്കേണ്ടി വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥയാണ് സമൂഹത്തിൽ പല തരത്തിൽ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. आज हमारे देश में दलित और आदिवासी लोग बहुत सारे अत्याचार का फेस कर रहे हैं. इसका प्रधान रीजन आज हमारे देश में चल रहे हैं जातिवाद है. സ്വാതന്ത്ര്യത്തെ 75 വർഷം പിന്നിട്ടിട്ടും ജാതി വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജാതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രത്യേകിച്ചും 2014 ശേഷം BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിനോടുകൂടി ജാതി വ്യവസ്ഥയും അതുപോലെയുള്ള ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. आजादी की 75 वर्ष होने के बावजूद भी वही जातिवाद ज्यादा तेजी से आज भी चल रही है और उसके वजह से दलित और आदिवासी आज भी अत्याचारों का स्थिति बन रहे हैं. लेकिन और
2014 के बाद ये एट्रोसिटीज अत्याचार ज्यादा बढ़ रहे हैं। ജാതി വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP ആണെങ്കിലും RSSന്റെ അജണ്ടയാണ് ആ ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. RSSന്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുവാദം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് RSSന്റെയും ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെയും താല്പര്യം. आज हमें मालूम है हमारा सेंटर राज कर रहे हैं BJP और उसके पीछे RSS है। RSS हमेशा जातिवाद को सपोर्ट किया हुआ है और साधुवाद और मानववाद को इम्प्लीमेंट करने के लिए वो हमेशा जागरूक है। इसलिए उनको चलते हुए ये जाति व्यवस्था को खत्म करना बहुत मुश्किल है। ജാതി വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ കേന്ദ്ര ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നല്ലതുപോലെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ദളിതുകൾ വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറാകുന്നത്. आज का केंद्र सरकार वो चालुकरण व्यवस्था को और ज्यादा मजबूती से आगे ले जाने में अपना सारे कार्यक्रम बना रहे हैं और देश को और पीछे ले जाने का काम कर रहे हैं. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ആദിവാസികളാകട്ടെ, ദളിതുകളാകട്ടെ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, അതുപോലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളാകട്ടെ, അവരെല്ലാം സമൂഹത്തിന്റെ മുൻപിലേക്ക് വരുന്നതിന് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ റിസർവേഷൻ ഒരു കാരണമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ റിസർവേഷൻ പാടില്ല എന്ന് വാദിക്കുകയാണ് RSS. അങ്ങനെ റിസർവേഷൻ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഉയർന്നു വന്ന ഈ ജനവിഭാഗങ്ങളെ വീണ്ടും പുറകോട്ടടിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്നതാണ് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടത്. हमें मालूम है और हमारे देश में दलित, आदिवासी और अल्पसंख्यकों को आगे ले आने के लिए रिजर्वेशन एक हमने लागू किया बहुत साल पहले, लेकिन आज सत्ता में राज कर रहे BJP और RSS हमेशा ये रिजर्वेशन के खिलाफ थे और आज भी वो कैसे भी इन लोगों को दोबारा वही पीछे ले आने का नीतियां बना रहे हैं. റിസർവേഷനിലൂടെയാണ് പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം ഉണ്ടായത്. ആ റിസർവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഉണ്ടായത്. ആ റിസർവേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർക്ക് അധികാര സ്ഥാപനങ്ങളിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായത്. BJP ആഗ്രഹിക്കുന്നത് ഈ വിഭാഗങ്ങൾ അക്ഷരവും അറിവും അധികാരവും ഇല്ലാത്തവരായി മാറി നിൽക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ ആ പിന്നാമ്പുറങ്ങളിൽ മാത്രം ഇത് ജീവിച്ചാൽ മതി എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. കേന്ദ്ര ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ട് അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. रिजर्वेशन पिछड़े आदिवासी और अल्पसंख्यकों को शिक्षा दिया, जॉब दिया और अधिकार के ओर ले आया, लेकिन आज BJP और RSS चाहते हैं उनको एजुकेशन ना दो, उनको जॉब ना दो और सिर्फ नीचे ऐसे पड़े रहे ताकि वो उनका पुराना वो सिस्टम हमेशा वो पिछड़े लोग पिछड़े ही रहने दो, इसे विचार से वो अपना सारे मीडिया बना रही है. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദളിതുകളും ആദിവാസികളും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ച നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയാവുന്ന, ഒരുപക്ഷെ അഭിമാനിക്കാൻ കഴിയാവുന്ന പറയാം, ഒരു തദ്ദേശവാസിയായിട്ടുള്ള വനിത നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ അഭിമാനിക്കുന്ന ഒരു ഘടകമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ അപമാനം കൊണ്ട് നമ്മൾ തലകുനിക്കേണ്ട ഒരു സംഭവമായിരുന്നു രാജസ്ഥാനിൽ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ, ആ കുട്ടി ആ ക്ലാസ്സിൽ വെച്ചിരിക്കുന്ന വെള്ളം
അത് വ്യത്യസ്ത ജാതികൾക്ക് വേണ്ടി ഇപ്പോഴും വെള്ളം വ്യത്യസ്ത പാത്രങ്ങളാണ് വയ്ക്കുന്നത്. ആ വെള്ളത്തിന്റെ പാത്രത്തിൽ തൊട്ടു എന്ന ഒറ്റ കാരണത്താൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു അധ്യാപകൻ തല്ലിക്കൊല്ലുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ടായി എന്നുള്ളത് അപമാനം കൊണ്ട് നാം തലകുനിക്കേണ്ടതാണ്. मेरे पहले जो वक्ताओं ने बात किया, आज हमारे देश में दलित और आदिवासी और संगमों के खिलाफ होते हुए अत्याचार के बारे में बहुत विस्तार रूप से बात किया, इसलिए मैं उसके बारे में ज्यादा नहीं जाना चाहता हूँ. बीच में अभी हमें गर्व की बात है, हमारे एक आदिवासी वनिता ने इंडिया के राष्ट्रपति बन गए, हमें उससे गर्व है, अभिमान है. लेकिन एक तरफ से हम ये बोल रहे हैं, लेकिन दूसरी तरफ से राजस्थान में हमने देखा एक दलित बच्चों को अपना टीचर की रखे हुए पानी का बर्तन को छूने के वजह से उनको मारकर हत्या की, वो सुनते हुए हमारे सिर अपने शरीर से छूना चाहिए. ബിജെപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ബിജെപി വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡയാണ് രാജ്യത്താകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എന്താണ് എന്ന് അടുത്ത കാലത്ത് വന്ന കണക്കുകളെല്ലാം വ്യക്തമാക്കുകയാണ്. പുരോഗതി ഉണ്ടാകുന്നു എന്ന് മുമ്പ് പറയുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആ പട്ടിണിക്കാരുടെ എണ്ണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലായി വരുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പോഷകാഹാരമില്ലാതെ ജീവിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഇന്ത്യ എന്നാണ്. ഒരു ഭാഗത്ത് വലിയ രീതിയിൽ രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് പറയുക, മറുഭാഗത്ത് ജനങ്ങളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. एक तरफ से बीजेपी और आरएसएस बोल रहे हैं इंडिया आगे बढ़ रही है, लेकिन एक्चुअली सिचुएशन इसका बिल्कुल ऑपोजिट है. बीजेपी से इंडिया में भूखमरी नहीं है, लेकिन आज लेटेस्ट भूखमरी इंडेक्स में, वर्ल्ड हंगर इंडेक्स में इंडिया 111 का स्थान में आया हुआ सबसे नीचे, और कुपोषण के मामले में भी सबसे पीछे है हमारे भारत. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു ബദൽ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കീഴിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറവ് പട്ടിണിയുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം കേരളമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അതിദാരിദ്ര്യം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അതിലേറ്റവും കൂടുതൽ അതിദരിദ്രരുള്ളത് ഉത്തർപ്രദേശിലാണ് എന്ന് അടുത്ത കാലത്താണ് കണക്ക് വന്നത്. അതിദാരിദ്ര്യമുള്ള ജനത 52% യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് എന്നാണ് കണക്ക് വരുന്നത്. അതുപോലെ ബിജെപി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ 43%, 46%, 32%ഒക്കെയാണ് അതിദരിദ്രരുള്ളത്. എന്നാൽ അതെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തെ അതിദരിദ്ര കണക്ക് എന്ന് പറയുന്നത് 0.7% ആണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. हम गर्व के साथ ये बोल सकते हैं, इंडिया में एक ही विकल्प सरकार है, अगर वो है केरला में. केरला में भूख, वो हंगर और गरीबी सबसे कम है. आपको मालूम है, बीजेपी राज करते हुए यूपी हो और बाकी अन्य राज्य हो, उधर का गरीबी का हिसाब आप देखेंगे, आपको मालूम पड़ेगा सबसे कम गरीबी केरला में है, क्योंकि केरला गवर्नमेंट सारे सबका अल्पसंख्यकों का, दलितों का, आदिवासियों का, पिछड़े लोगों का, सबके लिए कार्य कराते हैं, पॉलिसी बनाते हैं और सबको एक साथ लेकर आगे ले जा रहे हैं. इसलिए कि केरल पूरा दुनिया का, पूरा भारत का आज मॉडल हुआ है. 0.7% വരുന്ന അതിദരിദ്രരെ കൂടി മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സംസ്ഥാനത്ത് നടത്തി വരുന്നത്. 14ാം പഞ്ചവത്സര പദ്ധതി കഴിയുന്നതോടുകൂടി
നമ്മുടെ രാജ്യത്ത് വിശപ്പില്ലാത്ത ഏക സംസ്ഥാനമായിട്ട് കേരളം മാറുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ്. केरला में गरीबी का % है, लेकिन उनको भी गरीबी रेखा से ऊपर लाने का प्रोग्राम केरला सरकार बना रहे हैं और 14वीं 5 वर्षीय योजना के बाद आप देखेंगे केरला में गरीबी एकदम जीरो हो जाएगा. കേന്ദ്ര ഗവൺമെന്റ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാനുപാതികമായിട്ട് പദ്ധതി വീതം കൊടുക്കണം എന്നുള്ള ധാരണ മാറ്റിക്കുറിച്ചുകൊണ്ട് ഓരോ വർഷവും പദ്ധതി വീതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ആകെ SC ST വിഭാഗമുള്ളത് 10%. എന്നാൽ 10% പകരം കേരളത്തിൽ ബഡ്ജറ്റിന്റെ 12.5% തുകയാണ് SC ST ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നതിനെ BJPയും അല്ലെങ്കിൽ ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. एक और बात है, केरला और सरकार के नीतियों का फर्क क्या है? सेंट्रल गवर्नमेंट हर एक साल SC ST फंड का अलॉटमेंट कम करते जा रहे हैं और लेकिन केरला इनसे जनसंख्या का सिर्फ 10% है SC ST, लेकिन 12.5% है, 12.5% फंड उनका वेलफेयर के लिए SC ST वेलफेयर के लिए वो यूज कर रहे हैं. वही फर्क है, केरला क्यों आगे ले जा रहे हैं और पूरे भारत में केंद्र सरकार की नीतियों से पिछले क्यों ले जा रहे हैं. इसका फर्क ये है, केरला का पॉलिसी प्रोग्रेसिव है, बाकी उनके खिलाफ उनके लिए उनका वेलफेयर के लिए कोई पॉलिसी है, कोई पॉजिटिव स्टेप नहीं ले जाए. എല്ലാ പാവപ്പെട്ട ആളുകൾക്കും സ്വന്തമായി വീടും ഭൂമിയും കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം പാവപ്പെട്ട ഒരു മക്കൾക്ക് കൊടുക്കാനുള്ള നടപടിയും സ്വീകരിച്ചു. കേരളം സമ്പൂർണ്ണമായിട്ട് ഡിജിറ്റൽ എഡ്യൂക്കേഷനിലേക്ക് മാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ആ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുമ്പോൾ അവിടെ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ആ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. പൊതുവിദ്യാഭ്യാസം ഏറെ മെച്ചപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്. അതിനെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമവും നടന്നു വരുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നാടിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വ്യത്യസ്തമായിക്കൊണ്ട് ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവസാനം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. केरला सरकार वामपंथी सरकार सारे गरीब लोगों को घर देने का पॉलिसी बनाया है, सबको शिक्षा देने का नीति बनाई है, सबको एजुकेशन प्रदान करने का नीति बनाए हुए है. उसमें SC ST और पिछड़े वर्गों को भी उनको इंक्लूड किया हुआ है. समग्र सबका विकास, वही रियल पर्पस सबका विकास के और चलने हुए LDF सरकार को, और एक ही LDF सरकार है पूरा भारत में, पूरा इंडिया में, केरल में. वो केरल का वो सरकार को तोड़ने के लिए उनको हमेशा टोपल करने का कोशिश केंद्र सरकार लगातार करते आ रहे हैं. और पिछले दिनों में आपने देखा कैसे किस को यूज करके LDF सरकार को वीकन करने का, उनको कमजोर करने का कोशिश कर रहे हैं. आखिर में गवर्नर को यूज करते हुए कैसे सरकार के खिलाफ हर नए आरोप लेकर उनको हताश करने का, उनको वीकन करने का, कमजोर करने का कोशिश कर रहे हैं. കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് വർഗീയത വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരായിക്കൊണ്ട് ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ രാജ്യത്തുള്ള മുഴുവൻ കഷ്ടപ്പാടും ദുരിതവും സഹിക്കുന്ന ആളുകളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും സഖാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാ അർത്ഥത്തിലുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്.
केरला का वामपंथी सरकार ने पूंजीवादी नीतियों के खिलाफ, सांप्रदाय के खिलाफ पॉलिसी बना रहे हैं, आगे बढ़ रहे हैं, पूरा केरल को आप आगे लेकर जा रहे हैं, प्रगति की ओर ले जा रहे हैं। वही पॉलिसी पूरा भारत में आना चाहिए। आज इस सम्मेलन में, इस कन्वेंशन में आए हुए सबको मेरे क्रांतिकारी मिस्त्री जी का बहुत बहुत धन्यवाद। हमारे नेक्स्ट स्पीकर अरुण कोटे, सबसे बड़े दलित न्यूज नेटवर्क चैनल, समा 5 मिनट। आप सभी को जय भीम, जय लाल सलाम। अत्याचार उत्पीड़न को लेकर के बहुत सारी बातचीत हुई है और आज के दौर में जो ये फासिज्म अपने पीक में है उसको लेकर के भी बहुत गहरी चिंताएं आपके बीच में सुबह से चल रही हैं। लेकिन मैं ये बताना चाहता हूँ, ये फासिज्म जब 2014 में जब शुरुआती दौर में आया है, यदि उसका सबसे कड़ा प्रतिरोध अगर किसी समुदाय ने, किसी वर्ग ने किया है तो वो दलित वर्ग था। सबसे पहली शुरुआत हुई इस देश में खान पान को लेकर के, जेएनयू से लेकर के हैदराबाद यूनिवर्सिटी तक के अंदर खान पान को लेकर के कड़ा प्रतिरोध हुआ और वहां पे बिरयानी पार्टियां की गई, जिसका नतीजा ये हुआ बजरंग दल, विश्व हिंदू परिषद जैसे संगठनों ने वहां हमले किए, पुलिस ने वहां पे FIR करके लोगों के ऊपर मुकदमे, आपराधिक मुकदमे दर्ज किए। ये वो सबसे पहला प्रतिरोध था जो 2014 के बाद दलित संगठनों ने, दलित वर्ग ने किया था। उसके बाद यदि आप देखें तो चेन्नई में पेरियार सर्किल का जो मुद्दा था, IIT चेन्नई में दलित छात्रों ने पेरियार का एक सर्किल बनाना चाहा था जिसको प्रतिबंधित कर दिया गया था। वो सबसे बड़ा प्रतिरोध चेन्नई में हुआ। इसके बाद हैदराबाद में आइए, हैदराबाद में इसके बाद आता है पूना STI में दलित छात्रों ने फीस बढ़ोतरी के मुद्दे को लेकर के एक बड़ा प्रतिरोध किया। उसके बाद आप आइए हैदराबाद में, जहां रोहित वेमुला जैसे एक नौजवान ने आत्महत्या की। रोहित वेमुला की आत्महत्या को लेकर के बहुत सारी बातचीत होती है, रोहित वेमुला एक्ट बनाने की बात होती है, लेकिन क्या ये जानने की जरूरत है कि अचानक से रोहित वेमुला ने आत्महत्या कर ली, या फिर एक समाज के रूप में, एक संगठन के रूप में हम सबने रोहित वेमुला को इतना निराश किया कि उसको आत्महत्या करनी पड़ गई? क्या ये सारी की सारी जिम्मेदारी हम व्यवस्था और सरकार के ऊपर डाल करके शांत हो जाना चाहते हैं? और ये भी बताना चाहता हूं कि रोहित वेमुला ने आत्महत्या जब की थी तो उसके पीछे दलित मुद्दा तो स्थायी था, लेकिन जिस प्रकरण के पीछे उसने आत्महत्या की थी वो एक नया परिप्रेक्ष्य दौड़ रहा था। कि जो मैं आपको चेन्नई से लेकर के, चेन्नई से शुरू करके FTI की बात कर रहा हूं और हैदराबाद यूनिवर्सिटी तक आ रहा हूं। रोहित वेमुला ने फिल्म मुजफ्फरनगर बाकी है, आपको याद होगा, एक बहुत बड़ी हिंसा की घटना, जातिगत हिंसा की घटना मुजफ्फरनगर उत्तर प्रदेश में है, वहां पे हुई थी। और उस मुजफ्फरनगर दंगों के ऊपर एक फिल्म बनी थी, मुजफ्फरनगर बाकी है। रोहित वेमुला ने उस पिक्चर को हैदराबाद यूनिवर्सिटी में दिखाने की परमिशन मांगी। जब परमिशन नहीं मिली तो उसने ओपन स्क्रीन में उस फिल्म को दिखाई और जिसका नतीजा हुआ उसका रेस्टिकेशन हुआ। उसका रेस्टिकेशन होने के बाद उसको हॉस्टल से निकाला गया। रोहित वेमुला धरने में बैठा, अनशन में बैठा, लेकिन देश शांत था। देश में बड़े बड़े संगठन थे, दलित मुद्दों ने, दलित संगठनों के लोगों ने भले समर्थन किया। और जब रोहित वेमुला आत्महत्या कर लेता है तो पूरे देश का एक मुद्दा बन जाता है। अगर समय से उसको उस चीज को एड्रेस किया गया होता तो बच जाता। ऐसा नहीं है, मेरे जैसे बहुत सारे लोग जो वहां उसके संपर्क में थे, हमने दिल्ली से लेकर के तमाम जगहों पे तमाम जो छात्र संगठन थे उनके सामने बात रखने की कोशिश की, लेकिन तब किसी का उस पर ध्यान नहीं दिया। तो मैं बात कर रहा हूँ, चेन्नई से शुरुआत करता हूँ, पुणे पहुंचता हूँ, पुणे से आता हूँ हैदराबाद, उसके बाद भीमा कोरेगांव होता है, उसके बाद सहारनपुर की घटना होती है। मैं ये बता रहा हूँ स्थिति निराशाजनक इसलिए नहीं है कि दलित संगठन या दलित जो कार्यकर्ता है वो शांत बैठे। आज की तारीख में दलित युवाओं का एक नई पीढ़ी आ गई है जो
अम्बेडकर को सिर्फ जानती नहीं है, बल्कि वो अम्बेडकर को समझ रही है, जान रही है और उसके माध्यम से एक मुक्ति का रास्ता देख रही है। सवाल ये है, 2004-5 का जो स्टडी है, यूनिवर्सिटीज में मात्र 3.5% दलित वर्ग के बच्चे हुआ करते थे। 2014-15 में उनकी तादाद 9.5% पहुंची, 2020 में 13.5% हो गई। ये एक बड़ी ऐसी फोर्स है हमारे बीच में जिसको ताकत चाहिए थी। दुर्भाग्यवश वो ताकत जो मुख्यधारा के संगठनों से, मुख्यधारा के आंदोलनों से उसे मिलनी चाहिए थी, वो नहीं मिली। इसलिए आज हम इतनी भयावह स्थिति खा गए। सवाल ये है कि पिछले 2 दशक से, या आप हमेशा से मान लीजिए खासतौर पर 2 दशक से, दलित मुद्दों पे लड़ने के लिए, दलित अत्याचार के खिलाफ खड़े होने के लिए बार बार होता यह है कि प्रतीकात्मक या वैचारिक समर्थन मिलता है, लंबी लड़ाई नहीं होती। दूसरी एक बड़ी बात यह है कि दलित मुद्दों की सारी लड़ाई का पूरा जुआ दलितों के ही कंधे पे डाल दिया जाता है, दलितों के बीच में ही जाकर के लड़ा जाता है। ये हमारी समस्या नहीं है, ये समस्या इस देश के मुख्यधारा के समाज की समस्या है। और कब हम इस बात के लिए कोई प्रस्ताव पास करेंगे कि मुख्यधारा के समाज के बीच में जाकर के उसकी सांस्कृतिक जो पहचान है, उसकी संस्कृति के अंदर सुधार लाने की जरूरत है। रिफॉर्म जब तक हिंदू समाज का रिफॉर्म को लेकर के कोई सवाल नहीं खड़ा होगा, जब तक उसको कटघरे नहीं खड़ेंगे, तब तक कोई बात नहीं बनेगी। क्योंकि मेरा समय खत्म हो रहा है, इसलिए मैं लास्ट में एक जो बहुत महत्वपूर्ण मुद्दा है वो है शेड्यूल कास्ट ऑफ प्लान। क्योंकि ये इन्विटेशन में एक महत्वपूर्ण बिंदु था, उसको लेकर के मैं एक बात कहना चाहता हूँ। पूरे देश में 1979 में ये योजना पास हुई थी, तब इसे शेड्यूल कास्ट सब प्लान कंपोनेंट फंड कहा जाता था। लगभग 40 साल के, लगभग 79 में पास हुआ, लगभग 2004 में पहली बार दलितों ने इस मुद्दे को लेकर के अपने एजेंडे में डाला और इसको लेकर के लड़ा 2004 के आसपास। अब उसका नाम शेड्यूल कास्ट सब प्लान है। इसमें एक खास बात है, इसकी खास बात यह है, ये किसी व्यक्ति या परिवार या ऐसी कोई भी बस्ती जहां पे 60% से न्यूनतम आबादी अगर दलितों की है, तो उस जगह पे इस योजना का फंड लग सकता है। और इसमें जो सबसे महत्वपूर्ण पहलू है वो ये है कि दलित व्यक्ति, परिवार या समाज मांग कर सकता है कि हमको अपने लिए ये चीजें चाहिए और सरकारें बाध्य हैं वो मांगे पूरी करने के लिए शेड्यूल कास्ट ऑफ प्लान के तहत। दुर्भाग्य की बात यह है कि जैसे उत्तर प्रदेश की आबादी को ले लीजिए, उत्तर प्रदेश में लगभग 23% दलित आबादी है, लेकिन वहां पे मुश्किल से 4-4.5% पैसा ही एलोकेट होता है। अब ये सोचिए, यदि केंद्र सरकार की देख लीजिए तो 3.5 से 4% पैसा एलोकेट करता है। परेशानी कहाँ है? बस 1.5 मिनट। परेशानी ये है कि ये जो एक योजना जिसके माध्यम से पूरे के पूरे दलित समाज के विकास की गारंटी हो सकती है, उसका इस्तेमाल अभी तक हम लोगों ने करना ही नहीं शुरू किया। हमने अभी तक ऐसी कोई कोशिश नहीं, जब तक डिमांड नहीं बढ़ेगी तब तक सरकार एलोकेशन नहीं बढ़ाएगी। परेशानी ये है कि सरकार जो अपनी कल्याणकारी योजनाओं को बढ़ाने के लिए जितना पैसे की जरूरत होती है, वो सिर्फ उतना पैसा एलोकेट करती है हर राज्य में या केंद्र सरकार। यदि डिमांड को बढ़ाया जाए, क्यों नहीं दलित वर्ग ये कहता है कि हमको हमारे उत्तर प्रदेश के हालात, जैसे उदाहरण के लिए दूं, यहाँ पे कटान की समस्या के कारण दलितों का पलायन होता है, यहाँ बाढ़ की समस्या के कारण दलितों का पलायन होता है, यहाँ सूखे के कारण दलितों का पलायन होता है। इन 4 कारणों से लगातार पलायन होता है, जिसका नतीजा ये होता है कि परिवार में बच्चे जो होते हैं वो अशिक्षित रह जाते हैं। तो सवाल ये है कि डिमांड को बढ़ाने की जरूरत है। हम लोगों ने उत्तर प्रदेश में लगभग 25 जिलों के संगठनों को, जो ग्रासरूट के संगठन के थे, उनके साथ काम करते हुए 2 बातें रखी। एक तो ये है कि जो कोई भी दलित आबादी है जहां कहीं पे भी, वहां पे एक जैसे दलितों के बच्चों के लिए नवोदय की तर्ज पे आवासीय स्कूलों का शेड्यूल कास्ट ऑफ प्लान के पैसे से निर्माण कराया जाए। और दूसरा यह है दलितों के लिए सभी तरह की सुविधाओं के साथ
एक सामुदायिक भवन का निर्माण किया जाए। जब तक हम अपनी तरफ से डिमांड नहीं बढ़ाएंगे, सिर्फ इतने से ही बात नहीं बनेगी कि हमारा इतना हक बनता है इसलिए हमें दीजिए। हमें ये भी बताना पड़ेगा, चुनौती देनी पड़ेगी कि हमें ये जरूरत है इसलिए आपको देना ही पड़ेगा। समय बहुत कम है, फिर कभी बात कर सकूंगा। धन्यवाद।